السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയുടെ വിശദീകരണത്തിലാണ് നമ്മളുള്ളത്. 3 അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ഈ റിസാലയിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക എന്നതും. രണ്ടാമത്തെ കാര്യം മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവുകൾ സഹിതം അറിയുക എന്നതും. മൂന്നാമത്തേത് മഅരിഫത്തു നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മിലേക്ക് നിയോഗിച്ച അവിടുത്തെ റസൂൽ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നതുമാണ്. അതിലെ രണ്ടാമത്തെ അടിസ്ഥാനം അതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇസ്ലാമിൻ്റെ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള പദവികൾ ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചു. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും. അത് തെളിവുകൾ സഹിതം ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈമാൻ കാര്യങ്ങൾ അത് നമ്മൾ വിശദമായി ദൗറയിൽ മനസ്സിലാക്കിയതാണ്. അത് ഇനിയും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അർക്കാനുഹു സിത്തത്തിന് അവിടുന്ന് നമുക്കിനി വായിക്കാനുള്ളത്. അൽ മർത്തബത്തു സാനിയ അൽ ഈമാൻ, ദീനുൽ ഇസ്ലാമിന്റെ വ്യത്യസ്ത പദവികളിൽ ഒന്നാമത്തേത് ഇസ്ലാം. അവിടെ ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാമത്തെ ഘട്ടം അൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ എന്താണെന്ന് ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചു. ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. അതിന്റെ താഴ്ന്ന അവസ്ഥ വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കലാണ്. ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. കിതാബുള്ളവർ ശ്രദ്ധിക്കുക. ശേഷം ഷെയ്ഖ് പറയുന്നു അർക്കാനുഹു സിത്തത്തുൻ, ഈമാൻ കാര്യങ്ങളുടെ സ്തംഭങ്ങൾ 6 എണ്ണമാകുന്നു. അൻ തുഅ്മിന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ, മലക്കുകളിലുള്ള ഈമാൻ, കിതാബുകളിലും മുർസലുകളിലുമുള്ള ഈമാൻ, വൽ യൗമിൽ ആഖിരി, അവസാന നാളിലുള്ള ഈമാൻ, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, നന്മയും തിന്മയും അല്ലാഹുവിന്റെ വിധി നിർണയ പ്രകാരമാണ് സംഭവിക്കുക എന്ന ഈമാൻ. അതവിടെ ഷെയ്ഖ് എണ്ണി പറഞ്ഞു. നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. വദ്ദലീലു അലാ ഹാദിഹിൽ അർക്കാനി സിത്ത, ശേഷം ഷെയ്ഖ് പറയുന്നു ഈ 6 ഈമാൻ കാര്യങ്ങൾക്കുള്ള തെളിവ്. ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ സലാമത്തുല്ലാഹി വബറകാതുഹു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. മുസ്ലിമീങ്ങളുടെ ആദ്യകാലത്തെ ഖിബല മാറ്റത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇപ്പൊ മുസ്ലിമീങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് കുറച്ചു കാലം തിരിഞ്ഞ് നിസ്കരിച്ചു. പിന്നീട് കഅബയിലേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ ഖിബല മസ്ജിദുൽ ഹറാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിശ്ചയിച്ചു. അപ്പൊ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കുകൾ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി ഒന്നോണം പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ ആകത്തുക പുണ്യം, നന്മ എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല. അതിലല്ല ഇസ്ലാമിന്റെ ആകത്തുക.
വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. ഇസ്ലാമിന്റെ ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള ഈമാൻ, ഖിയാമത്ത് നാളിലുള്ള ഈമാൻ, മലക്കുകളിലും കിതാബുകളിലും നബിമാരിലുമുള്ള ഈമാൻ. ഈമാൻ കാര്യങ്ങൾ 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എണ്ണി പറഞ്ഞു. അപ്പൊ ഈമാൻ കാര്യങ്ങൾ അതിനുള്ള തെളിവായി ഷെയ്ഖ് കൊണ്ടുവരുന്നത് ഈ ആയത്താണ്. നമ്മൾ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഇതിൽ പറയുന്ന ഓരോ വാചകങ്ങൾക്കും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവുകൾ നിരന്തരം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്. അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളുടെ പണ്ഡിതന്മാരുടെ എല്ലാം കിതാബുകളുടെ പ്രത്യേകതയാണ്. അത് ഊരും പേരും അഡ്രസ്സും ഇല്ലാത്ത എന്തെങ്കിലും വാറോലകളോ അതല്ലെങ്കിൽ സ്വപ്നകഥകളോ ഇല്ലാത്ത അധ്യാപനങ്ങളോ അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ കൊണ്ട് സമ്പന്നമായിരിക്കും. ഇത് ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ 6 ഷെയ്ഖ് എണ്ണി പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഖുർആൻ അതിന്റെ ആയത്ത് കൊണ്ടുവന്ന് ഷെയ്ഖ് തെളിവ് പിടിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്ത് ലൈസൽ ബിർറ എന്ന് തുടങ്ങുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആയത്ത്. ഇതിൽ 5 കാര്യങ്ങൾ, ഈമാനിന്റെ 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അല്ലാഹുവിലുള്ള ഈമാൻ, ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിലുള്ള ഈമാൻ, വൽ മലായിക വൽ കിതാബി വൻ നബിയീൻ, മലക്കുകളിലും കിതാബുകളിലും നബിമാരിലുമുള്ള ഈമാൻ. അപ്പൊ ഈമാൻ കാര്യങ്ങൾ 1 വിട്ടുപോയി. അവസാനത്തെ കാര്യം ഏതാണത്? ഖലാ ഖദറിലുള്ള ഈമാൻ. അതിന് ഷെയ്ഖ് അടുത്ത തെളിവ് കൊണ്ടുവരുന്നു. സൂറത്തുൽ ഖമറിലെ ആയത്താണ്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ വദലീലുൽ ഖദരി. കണ്ടോ, ഖദറിന്റെ തെളിവ് നേരത്തെ പറഞ്ഞു, ബഖറയിലെ ആയത്തിലില്ല. വദലീലുൽ ഖദർ, ഖദറിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, നാം എല്ലാ കാര്യങ്ങളും കൃത്യമായ നിർണയത്തോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖദറിനെ സ്ഥാപിക്കുന്ന ആയത്ത് തെളിവായി ഷെയ്ഖ് കൊണ്ടുവന്നു. സൂറത്തുൽ ഖമറിലെ ആയത്താണിത്. അങ്ങനെ ഈമാൻ ഷെയ്ഖ് വിശദീകരിച്ചു. ഇസ്ലാമിന്റെ 2ാമത്തെ മർത്തബയായ ഈമാൻ വിശദീകരിച്ചു. ഇനി 3ാമത്തെ പദവി എന്താണ്? അൽ മർത്തബത്തു സാലിസ, അതാണ് അടുത്തതായി ഷെയ്ഖ് വിശദീകരിക്കുന്നത്. അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്നതാണ് റുക്നുൻ വാഹിദ്. ഇഹ്സാനിന് ഒരൊറ്റ റുക്കിനാണുള്ളത്. ഇസ്ലാമിന് എത്ര റുക്കിനുകളുണ്ട്? എത്ര സ്തംഭങ്ങളുണ്ട്? ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5. ഈമാനിന് എത്ര റുക്കിനുകളുണ്ട്? 6 കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ 6. ഇഹ്സാനിന് എത്ര റുക്കിനാണുള്ളത്? 1 റുക്കിൻ. അതെന്താണ്? വഹുവ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും ശരി അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഇതാണ് ഇഹ്സാനിന്റെ സ്തംഭം. ഈ വാചകത്തിൽ ഒരൊറ്റ റുക്കിനാണുള്ളതെങ്കിലും ഇതിന് 2 അവസ്ഥയുണ്ട്, 2 തലമുണ്ട് ഇഹ്സാനിന്. കഴിഞ്ഞ ഹദീസ് ക്ലാസ്സിൽ നമ്മളത് വിശദമായി വിശദീകരിച്ചിരുന്നു. ഹദീസ് ജിബ്രീലിൽ ഇഹ്സാൻ പറഞ്ഞ ഭാഗത്ത് നമ്മളത് വിശദമായി വിശദീകരിച്ചിരുന്നു. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇഹ്സാൻ എന്നതിന് 2 തലമുണ്ട്. 1ാമത്തെ തലം പണ്ഡിതന്മാർ പറയുന്നു അൽ മർത്തബത്തുൽ മുശാഹദ, അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യലാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ദുനിയാവിൽ ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കാണുകയില്ല. നാളെ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനെ നേർക്കുനേരെ കാണും ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം. പക്ഷെ ദുനിയാവിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം. അതാണ് ഇഹ്സാനിന്റെ ഏറ്റവും ഉന്നതമായ തലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും ഇഷ്ടവും ആദരവും ബഹുമാനവും മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടെ, ഭാവത്തോടെ, അല്ലാഹുവിനെ ഞാൻ കണ്ണുകൊണ്ട് എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും അവനെ അനുഭവിക്കുന്നില്ലെങ്കിലും എന്റെ ഖൽബ് കൊണ്ട് എന്റെ ഹൃദയത്തിൽ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, അവനെ കാണുന്നത് പോലെ ഞാൻ ഇബാദത്ത് ചെയ്യുക. അതാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കുമോ? ഇല്ല, എല്ലാവർക്കും അത് സാധിക്കുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇനി അടുത്ത വാചകം ഇഹ്സാനിന്റെ റുക്നിൽ അടുത്തതായി പറയുന്ന വാചകം ഈ ആദ്യ അവസ്ഥയിലേക്ക്, ഇഹ്സാനിന്റെ ഉന്നത നിലവാരത്തിലേക്ക് നിന്നെ നയിക്കും. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫഇന്നഹു യറാക്,
നീ ചെയ്യേണ്ടത് എന്താണ്? അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ അവനെ ഇബാദത്ത് ചെയ്യണം. ഈ മർത്തബയെ അൽ മർത്തബത്തുൽ മുറാഖബ എന്ന് പണ്ഡിതന്മാർ വിളിച്ചു. നിനക്ക് അല്ലാഹുവിനെ കാണുന്നത് പോലെ, അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇഹ്സാനിന്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് നിനക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ അറിയുന്നുണ്ട്, അവൻ നിന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. നീ അവന്റെ നിരീക്ഷണത്തിൽ നിന്നോ കാഴ്ചയിൽ നിന്നോ കേൾവിയിൽ നിന്നോ ഒരിക്കൽ പോലും, ഒരു നിമിഷാർദ്ധ നേരം പോലും അജ്ഞാതനാകുന്നില്ല. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും, നിനക്കവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും, ഫഇന്നഹു യറ, അവൻ നിന്നെ കാണുന്നു എന്ന ബോധം നിന്റെ മനസ്സിൽ നീ ഊട്ടി ഉറപ്പിക്കുക. അപ്പൊ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കെ, അവൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കെ, അവൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ, അവന്റെ മുമ്പിൽ നീ എങ്ങനെയാണ് അശ്രദ്ധനായി നിൽക്കുക? അവന്റെ മുമ്പിൽ എങ്ങനെയാണ് നീ അവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക, അവൻ ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക? നീ ലജ്ജിക്കണം. നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കെ, കേട്ടുകൊണ്ടിരിക്കെ, അറിഞ്ഞുകൊണ്ടിരിക്കെ, അവൻ വിലക്കിയ, അവന്റെ ദീനിൽ ഹറാമാക്കിയ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്ന നിനക്ക് ലജ്ജയുണ്ടാകണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അവസ്ഥയിൽ ഒരു മുസ്ലിമും പുറത്തു കിടക്കാൻ പാടില്ല. മറ്റേ അവസ്ഥ, അള്ളാഹുവിനെ കാണുന്നത് പോലെ, അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും പദവിയാണ്. അതെല്ലാവർക്കും എത്തിപ്പിടിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ സാധിക്കും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. പക്ഷെ രണ്ടാമത് പറഞ്ഞ അവസ്ഥ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അവനെ ഇബാദത്ത് ചെയ്യുക എന്ന അവസ്ഥയിൽ ഒരു മുസ്ലിമും തെന്നിമാറാൻ പാടില്ല. അതാണ് അവനൊരു മുസ്ലിമായി നിലനിർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇഹ്സാനിന്റെ പദവിയുടെ തലത്തിന്റെ രണ്ടാമത്തെ അവസ്ഥ ഇതാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അല്ലാഹു സദാ നിന്നെ കാണുന്നു, നിരീക്ഷിക്കുന്നു, അറിയുന്നു എന്ന വിചാരത്തോടെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. പണ്ഡിതന്മാർ ഈ രണ്ടു തലങ്ങളെയും വിശദീകരിക്കവ പറഞ്ഞു, ആദ്യത്തെ തലം അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യുക എന്നത്, അതിനെ നിന്നെ നയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടമാണ്. അശൗഖു ഇലാ ലിഖാഇ, അള്ളാഹുവിനെ കാണണമെന്ന അതിയായ ആഗ്രഹമാണ്, അഭിവാഞ്ഛയാണ്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, അവനെ കാണുന്നത് പോലെ ഖൽബ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുശാഹദ ചെയ്തുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള സ്നേഹം അപരിമേയമായിരിക്കും. അതിന് പരിധിയില്ലാതെ, അറ്റമില്ലാതെ നിറഞ്ഞു തുളുമ്പും. അങ്ങനെയുള്ളവർക്ക് അത് സാധിക്കുക. അത് അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും സാധിച്ച പദവിയാണ്. എന്നാൽ അതിന് സാധിക്കാത്തവർ അള്ളാഹു തന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ബോധത്തോടെ അവൻ ഇബാദത്ത് ചെയ്യണം. അതിനവനെ നയിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ അവൻ അരുതാത്തത്, അവൻ വിലക്കിയത്, അവൻ ഹറാമാക്കിയത് പ്രവർത്തിച്ചാൽ അവൻ എന്നെ പിടികൂടും, അവൻ എന്നെ ശിക്ഷിക്കും, അവന്റെ മുമ്പിൽ ഞാൻ ലജ്ജിക്കണം, അവനെ ഭയക്കണം എന്ന ചിന്തയാണ് അവനെ അതിനെ നയിക്കുന്നത്. അപ്പൊ ആദ്യത്തത് അൽ മർതബത്തു അർറജാ വശൗഖു ഇലാ ലിഖാഇഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം അൽ മർതബത്തുൽ ഖൗഫ് വൽ ഹറം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയിൽ നിന്ന് ഓടിയകന്നുകൊണ്ട് അവൻ തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ നിർവഹിക്കണം എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. ഇതാണ് ഇഹ്സാൻ. വദ്ദലീലു ഖൗലുഹു തആല. അപ്പൊ ഇഹ്സാൻ എന്താണെന്ന് വിശദീകരിച്ചു. അതിന്റെ ഡെഫിനിഷൻ വളരെ മനോഹരമായി അദ്ദേഹം നിർവചിച്ചു. അതിന്റെ സ്തംഭങ്ങൾ നമ്മെ അറിയിച്ചു. എന്നിട്ട് ശൈഖ് പറഞ്ഞു, വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ നിന്നുള്ള വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്യുന്നവരോടൊപ്പവും ഇഹ്സാനുള്ളവരോടൊപ്പവുമാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം, അവന്റെ കാവൽ, അവനിൽ നിന്നുള്ള തൗഫീഖ്, അവന്റെ കാരുണ്യം, അവനിൽ നിന്നുള്ള ബറക്കത്ത്, അവന്റെ സംരക്ഷണം, ഇതെല്ലാം ലഭിക്കുക അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന, അവൻ ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കുന്ന, അവൻ നിർബന്ധമാക്കിയതെല്ലാം പ്രവർത്തിക്കുന്ന, ഇഹ്സാൻ അതിന്റെ പദവിയിലേക്ക് ഉയരുന്ന, അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന, കണ്ടില്ലെങ്കിലും അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവൻ തന്നെ കാണുന്നു എന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്ന സുഹൃദവാന്മാരായ മുഹ്സിനീങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത് ഉണ്ടാകും, അവന്റെ കാവലും സംരക്ഷണവും സഹായവും ഉണ്ടാകും എന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് തെളിവായി അദ്ദേഹം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായവും സംരക്ഷണവും, അവനിൽ നിന്നുള്ള കാരുണ്യവും, അവനിൽ നിന്നുള്ള വിജയവും, അവന്റെ ബറക്കത്തും ഖൈറുമെല്ലാം നമുക്ക് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ തഖ്വ ചെയ്യുക,
മുഹ്സിനീങ്ങളുടെ ഇഹ്സാനിന്റെ പദവിയിലേക്ക് നമ്മൾ ഉയരുക. വഖൗലുഹു തആല, അടുത്ത തെളിവ് അദ്ദേഹം കൊണ്ടുവന്നു സൂറത്ത് ശുഅറായിലെ ആയത്തുകളാണ്. വതവക്കൽ അലൽ അസീസിർ റഹീം, അസീസും റഹീമുമായ പ്രതാപിയും കാരുണ്യവാനുമായ അല്ലാഹുവിൽ നീ ബരമേൽപ്പിക്കുക. അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് നിസ്കരിക്കുമ്പോൾ നിന്നെ കാണുന്നു. ഇത് ദലീലുൽ മുറാഖബയാണ്. അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിന്നെ അവൻ കാണുന്നു എന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇഹ്സാൻ. അപ്പോ അള്ളാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. കാരണം നീ നിന്ന് നിസ്കരിക്കുമ്പോൾ നിന്നെ അവൻ കാണുന്നു. അല്ലദീ യറാക ഹീന തഖൂം വതകല്ലുബക ഫിസ്സാജിദീൻ, നീ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലെ നിന്റെ തലയനക്കം അവൻ അറിയുന്നു. അള്ളാഹു നിന്നെ കാണുന്നു. അങ്ങനെ നീ അവൻ ഇബാദത്ത് ചെയ്യണം. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു പറയാണ്, വമാ തകൂനു ഫീ ശഅനിൻ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളൊരു ഏതൊരു കാര്യത്തിലാണെങ്കിലും ശരി, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, താങ്കൾ അല്ലാഹുവിന്റെ കലാമായ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുകയാണെങ്കിലും ശരി, വലാ തഅമലൂന മിൻ അമലിൻ, താങ്കൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരി, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീ, താങ്കൾ അതിൽ മുഴുകുന്ന സമയത്ത് നാം താങ്കൾക്കുമേൽ സാക്ഷിയായിട്ടല്ലാതെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഉണർത്തുകയാണ്, ഏതൊരു കാര്യത്തിൽ താങ്കൾ ഏർപ്പെടുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും താങ്കൾക്കുമേൽ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ സാക്ഷിയായിട്ടല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ സകല പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സാക്ഷിയാണ്. അവൻ നമ്മെ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന മുറാഖബത്തുള്ള ഇഹ്സാനിന്റെ തലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ശൈഖ് തെളിവായി കൊണ്ടുവന്ന മറ്റൊരായത്ത്. ഇനി ഇതൊക്കെ ആയത്തുകളിൽ നിന്നുള്ള തെളിവാണ്, ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ്. ഹദീസിൽ നിന്നുള്ള മഹത്തായ തെളിവാണ് ശൈഖ് ശേഷം കൊണ്ടുവരുന്നത്. വദ്ദലീലു മിനസ് സുന്ന, ഹദീസിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ഈ പറഞ്ഞ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്ന ദീനുൽ ഇസ്ലാമിന്റെ 3 പദവികൾക്കുള്ള തെളിവ് എന്താണ്? ഹദീസു ജിബ്രീലിൽ മശ്ഹൂർ, പ്രസിദ്ധമായ ഹദീസു ജിബ്രീലാണ്. ഹദീസു ജിബ്രീൽ ഈ 3 പദവികളും ഇസ്ലാമും ഈമാനും ഇഹ്സാനും മനോഹരമായി വിശദീകരിച്ച വളരെ പ്രബലമായ പ്രസിദ്ധമായ ഹദീസാണ്. നമ്മൾ അതിന്റെ വിശദീകരണത്തിലാണ് ഞായറാഴ്ചയുള്ളത്. അവിടെ നമ്മൾ അത് വിശദമായി സംസാരിക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇഹ്സാനിന്റെ പദവിയാണ് അവിടെ അവസാനം നമ്മൾ വിശദീകരിച്ചത് കഴിഞ്ഞ ആഴ്ച. ഇനി ഹദീസ് ജിബ്രീൽ നമുക്ക് ബാക്കിയുള്ളത് ഖിയാമത്ത് നാളിനെ പറ്റിയും അതിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളെ പറ്റിയുമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് നമ്മൾ വരുന്ന ഞായറാഴ്ച അതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കുന്നതാണ്. ഇതാണ് ഈ ഗ്രന്ഥത്തിലെ ഉസൂലു സലാസ എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിലെ 2ാമത്തെ അടിസ്ഥാനത്തിന്റെ വിശദീകരണം. 3 ഉസൂലുകളാണ്, 3 അടിസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥത്തിലുള്ളത്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചറിയൽ, നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. 2ാമത്തത് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചറിയൽ, നമ്മളത് സാമാന്യം ബൃഹത്തായ രൂപത്തിൽ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇസ്ലാമിന്റെ വ്യത്യസ്ത പദവികൾ, അത് നമ്മൾ ഇഹ്സാൻ അടങ്ങുന്ന അതിന്റെ പദവികൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഗ്രന്ഥത്തിലെ അവസാനത്തെ അടിസ്ഥാനമായ അൽ അസ്ലു സാലിഫ്, 3ാമത്തെ അടിസ്ഥാനം, അതേതാണ്? മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അറിയണം. വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, വഹാഷിം മിൻ ഖുറൈശ് وقريش من العرب والعرب من ذرية إسماعيل بن إبراهيم الخليل عليه وعلى نبينا أفضل الصلاة والسلام. നബിയുടെ പേര് ആദ്യം അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയാണ്. എന്താണ് നമ്മുടെ നബിയുടെ പേര്? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നാണ് അവിടുത്തെ പേര്. അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം, അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിമാണ്. വഹാഷിമു മിൻ ഖുറൈശ്, ഹാഷിമാകട്ടെ ഖുറൈശി വംശജനാണ്. വഖുറൈശും മിനൽ അറബ്, ഖുറൈശികളാകട്ടെ അറേബ്യൻ സമൂഹത്തിൽപ്പെട്ടവരാണ്.
അറബികളാണ്. വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അറബികളാകട്ടെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വത്തബിഅ മില്ലത ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റണമെന്ന് നമ്മളോട് കൽപ്പിച്ചത്. ആ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പോലും. അലൈഹി വഅല നബീന അഫ്ളലു സ്വലാത്തി വസ്സലാം. ഇബ്രാഹിം നബിക്കും നമ്മുടെ നബിക്കും മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയും സമാധാനവും സ്വലാത്തും സലാമും അവൻ വർഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അദ്ദേഹം ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അസ്സലിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ്, കിതാബിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില അടിസ്ഥാനങ്ങൾ ഞാൻ കേൾപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പഠിപ്പിക്കുന്നത് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന 3 ചോദ്യങ്ങൾ. എവിടെയാണ് പരീക്ഷ ഉണ്ടാവുക? ഭൂമിയിലാണോ? ദുനിയാവിലാണോ? അല്ല, ഭൂമിക്കടിയിലാണ്, മണ്ണിനടിയിലാണ്. സാക്ഷാൽ ഖബറിലാണ് ആ പരീക്ഷയും ചോദ്യവും നമ്മൾ നേരിടേണ്ടി വരിക. ഏതാണ് ഒന്നാമത്തെ ചോദ്യം? മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? അതിനുള്ള ഉത്തരം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ ചോദ്യം വമാ ദീനുക്, നിന്റെ ദീൻ ഏതാണ്? ഇസ്ലാം, അതാണ് നമ്മുടെ ദീൻ. ഇസ്ലാമിന്റെ വ്യത്യസ്ത പദവികൾ അടങ്ങുന്ന വിശദീകരണം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ആരാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ എന്ന് നമ്മോട് ചോദിക്കും. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഈ 3 ചോദ്യത്തിനുള്ള മറുപടികൾ ദുനിയാവിൽ നമ്മൾ കാണാതെ പഠിച്ച് അത് ആവർത്തിച്ച് മറന്നു പോകാതെ അത് മനനം ചെയ്ത് ഓർത്തെടുത്ത് മരണം വരെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ ഖബറിൽ? അത് കാണാതെ പഠിച്ച് ഹിഫ്ളാക്കി മരിക്കുന്നത് വരെ അത് മനഃപ്പാടമാക്കി അരക്കെട്ടുറപ്പിച്ചാൽ നമുക്ക് ഈ മറുപടി 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഖബറിൽ നൽകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേവലം കാണാതെ പഠിച്ചാൽ മാത്രം നമുക്ക് ഖബറിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. മറിച്ച് ഈ 3 അടിസ്ഥാനങ്ങളിലായി നമ്മുടെ ജീവിതം നയിക്കുകയും അതിലായി നമ്മൾ മരിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർ എത്ര കാണാതെ പഠിച്ചിട്ടും ഉത്തരം മനസ്സിൽ കൊരുത്തു വെച്ചിട്ടും അവർക്കതിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വലിയ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും മഹത്തായ 3 അടിസ്ഥാനങ്ങളാണ് ശൈഖ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, അവിടുത്തെ നിയോഗം, അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു മനുഷ്യന് ഭക്ഷണത്തെക്കാൾ, അവൻ കുടിക്കുന്ന ജലത്തേക്കാൾ, അവൻ ഉടുക്കുന്ന വസ്ത്രത്തെക്കാൾ, ദുനിയാവിൽ അവന് ലഭിക്കുന്ന എന്ത് നന്മകളെക്കാളും അവൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവ് അവനുണ്ടാകുക എന്നതാണ്. റബ്ബിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ ആ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റബ്ബിലേക്ക് നമ്മെ ക്ഷണിച്ചത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റബ്ബിലേക്ക് നമുക്ക് വഴികാട്ടിയത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റബ്ബിന്റെ തൃപ്തി നേടാവുന്ന സ്വർഗത്തിന്റെ പാന്താവിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോയത്, കുഫ്റിൽ നിന്നും ശിർക്കിൽ നിന്നും ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് വഴികാട്ടിയത് അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ നിയോഗം ഏതനുഗ്രഹങ്ങളെക്കാളും നമുക്ക് വലുതായി തീരുകയില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിൽ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം.
മുഅ്മിനീങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു, ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും കനപ്പെട്ടത്, ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും അമൂല്യമായത് അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയാകാൻ തൗഫീഖ് ലഭിച്ചു എന്നതാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ഒരു മുസ്ലിമാകാൻ അവന് ഭാഗ്യം സിദ്ധിച്ചു എന്നതാണ്. അതിനേക്കാൾ വലിയൊരു നിഅമത്ത് ഒരു മുസ്ലിമിന് ദുനിയാവിൽ ലഭിക്കാനില്ല. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് നാം നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ മുഅ്മിനീങ്ങളെ നാം ആദരിച്ചു. അല്ലാഹു പറയുന്നു, എന്താണ് ആ റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി, അവിടുത്തെ റബ്ബിന്റെ ആയത്തുകൾ അവർ കോതി കേൾപ്പിച്ചു. ഖുർആനിന്റെ വചനാമൃതങ്ങൾ അവർ കോതി കേൾപ്പിച്ചു. അതിലേക്ക് അവരെ ക്ഷണിച്ചു. വയുസക്കീഹിം, തിന്മകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, കുഫ്റിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, അസാൻമാർഗികതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അധ്യാപനങ്ങൾ, ആയത്തുകൾ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അല്ലാഹുവിന്റെ കലാമായ അവിടുത്തെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ അവിടുത്തെ സുന്നത്തും വിജ്ഞാനീയങ്ങളും അവിടുത്തെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ അതിനു മുമ്പ് വമ്പിച്ച വ്യക്തമായ വഴികേടിലായിരുന്നു. എന്തായിരുന്നു ജാഹിലിയത്തിലെ അറേബ്യൻ സമൂഹത്തിന്റെ അവസ്ഥ? നമുക്കറിയാം ചരിത്രം. ഡാർക്ക് ഏജ്, അജ്ഞാന കാലഘട്ടം, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വൃത്തികേടുകളും അസാൻമാർഗികതകളും അടങ്ങുവാണിരുന്ന ആ ഇരുണ്ട യുഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റബ്ബിന്റെ ആയത്തുകൾ ഓതി സംസ്കരിച്ച് കിതാബും സുന്നത്തും പഠിപ്പിച്ച് ഈ മുസ്ലിം ഉമ്മത്തിന് വെളുത്ത പ്രകാശത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിച്ചു. അതിനേക്കാൾ വലിയ എന്തനുഗ്രഹമാണ് സഹോദരങ്ങളെ നമുക്ക് ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്നത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ അംഗമാകാൻ, അവിടുത്തെ പിൻപറ്റുന്ന അനുയായിയാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് നമുക്ക് ദുനിയാവിൽ ലഭിച്ച ഭക്ഷണത്തെക്കാൾ, ജലപാനീയങ്ങളെക്കാൾ, നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ശ്വസനവായുവിനേക്കാൾ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടതാണ്, കനപ്പെട്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നവർ, പഠിക്കുന്നവർ, നബിയിൽ ഈമാൻ കൈക്കൊള്ളുന്നവർ ആദ്യമായി ഹൃദയത്തിൽ സ്ഥാപിക്കേണ്ട അടിസ്ഥാനം ഇതാണ്. കാരണം എന്താ? ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എന്ത് സുഖ സൗകര്യങ്ങളും, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും, നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അല്ലെ? നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ശരീരത്തിനകത്ത് റൂഹ് എന്ന് പറയുന്ന സാധനമുണ്ട്, ആത്മാവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിന് ജീവൻ ലഭിക്കണമെങ്കിൽ, ശരീരത്തിന് ജീവൻ ലഭിക്കണമെങ്കിൽ വെള്ളവും വായുവും ജലവും ഒക്കെ വേണം, ഭക്ഷണം വേണം. പക്ഷേ ഹൃദയത്തിനകത്തെ ആത്മാവ്, റൂഹ്, അതിന് യഥാർത്ഥത്തിൽ ജീവൻ കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ അവന് വേണ്ടത് വഹീന്റെ പാനജലമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഹിയായി അറിയിച്ച ദീനിന്റെ അധ്യാപനങ്ങളുടെ ജീവജലമാണ് അവൻ ആവശ്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചാൽ, ക്ഷണിച്ചാൽ. അല്ലാഹു പറഞ്ഞു, ഇതാ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കൂ നിങ്ങൾ. അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ഹദീസിന്റെ മൊഴിമുത്തുകൾ കേൾക്കൂ നിങ്ങൾ. ഇങ്ങനെ നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ, ആ ക്ഷണത്തെക്കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞു? ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ക്ഷണമാണത്. എന്ത് ജീവനാണ് നൽകുന്നത്? ഹൃദയത്തിനകത്തെ റൂഹിന്, നിങ്ങളുടെ ശരീരത്തിനകത്തെ റൂഹിന് ജീവൻ നൽകുന്ന, ജീവിതം സമ്മാനിക്കുന്ന ക്ഷണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള ക്ഷണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയത്. അതുകൊണ്ട് ശരീരത്തിൽ എത്ര ആരോഗ്യമുണ്ടെങ്കിലും തിന്നു കുടിച്ച് തടിച്ചു കൊടുത്ത് ഒരു രോഗം പോലുമില്ലാതെ, ഒരു രോമത്തിനും പോറലേൽക്കാതെ അവൻ ഈ ദുനിയാവിനോട് വിട പറഞ്ഞാലും ശരീരത്തിനകത്തെ റൂഹിന് ജീവൻ നൽകുന്ന ഖുർആനും സുന്നത്തും അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം പാഴാണ്, അവന്റെ ജീവിതം വൃഥാവിലാണ്. അവൻ ജീവിച്ചു മരിച്ചത് ഒരു പാഴ്വേല മാത്രമാണ് എന്നാണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഏതു നിഅമത്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാൻ, അവിടുത്തെ അനുയായികളാകാൻ സാധിച്ചു എന്ന നിഅമത്താണ് വലുതായി നമുക്ക് തോന്നേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഇത് ചെറുപ്പത്തിൽ ഓതി കൊടുക്കണം.
പലതും അവർ നമ്മളോട് ആവശ്യപ്പെടും. ദുനിയാവിലെ പലതും അവരാഗ്രഹിക്കും, അവർ സ്വപ്നം കാണും, അവർ മോഹിക്കും, അവർ അവരുടെ അംബീഷനായി കൊരുത്തുവെക്കും. സഹോദരങ്ങളെ, മുസ്ലിമായി, തൗഹീദിലായി, സുന്നത്തിലായി, ഹക്കിലായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച് പറയാൻ, ഓർമ്മിപ്പിക്കാൻ, അതിലേക്ക് വിളിച്ചാൽ ആ സത്യത്തിലേക്ക് ഉളറിപ്പോകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന നിഅമത്താണ് ഏറ്റവും വലിയ നിഅമത്തെന്ന് മക്കൾക്ക് ഓതി കൊടുക്കണം. മക്കൾ മനസ്സിലാക്കണം, രക്ഷിതാക്കൾ അവരോട് ആവർത്തിക്കണം. എന്തു നമുക്ക് നഷ്ടപ്പെട്ടാലും, ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ച എന്തു നമുക്ക് നഷ്ടപ്പെട്ടാലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അവിടുത്തെ റസൂലിന്റെ സുന്നത്ത്, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നും നമുക്ക് ഉണ്ടാക്കരുത്. അതിനേക്കാൾ വലിയ നഷ്ടമായി മറ്റൊരു നഷ്ടവും നമുക്ക് തോന്നരുത്. കാരണം ദുനിയാവിൽ കുറച്ച് ഭക്ഷണം കുറഞ്ഞു, ഉടുക്കാൻ വസ്ത്രം വേണ്ടത്ര ഇല്ലാതായി പോയി, ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ഞെരുക്കം നേരിട്ടു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിലായി, തൗഹീദിലായി, സുന്നത്തിലായി നമുക്ക് മരിക്കാൻ സാധിച്ചാൽ ഈ നഷ്ടപ്പെട്ടതിനപ്പുറത്ത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു, കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചു എന്ന് നമ്മൾ മനസ്സിൽ കൊരുത്തുവെച്ച, നമ്മുടെ ചിന്തയുടെ ഭാവനയിൽ പോലും വിരിയാത്ത, ഒരിക്കലും മരിക്കാത്ത സുഖങ്ങൾ സ്വർഗത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ദീനിലായി, തൗഹീദിലായി, സുന്നത്തിലായി നമ്മൾ മരിച്ചാൽ ഇവിടെ നഷ്ടപ്പെട്ടതൊന്നും ഒരു നഷ്ടമേ അല്ല. ഇവിടെ നീ കിട്ടാനുള്ളതൊക്കെ, ആഗ്രഹിച്ചതൊക്കെ കിട്ടിയാൽ തന്നെ എത്ര കാലമാണ് സഹോദരങ്ങളെ, എത്ര കാലമാണ് കുട്ടികളെ, എത്ര കാലം ജീവിക്കും നമ്മൾ? ഒരു 100 കൊല്ലം എടുക്കുക, 100 കൊല്ലം പരമാവധി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ 100 കൊല്ലത്തിൽ എത്ര രോഗം, വാർദ്ധക്യം, വയസ്സ്, അവശത, ബുദ്ധിമുട്ട്. ഈ 100 കൊല്ലം സർവ്വ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചാലും 100 കൊല്ലം കഴിഞ്ഞ് നീ വിടവാങ്ങുമ്പോൾ അതൊക്കെ ഇവിടെ കുഴിച്ചുമൂടി, നിന്റെ സ്വപ്നങ്ങളൊക്കെ അതിനോട് വിടവാങ്ങി നീ ഖബറിലേക്ക് ഒറ്റയ്ക്ക് യാത്രയാകും, 6 അടി മണ്ണിലേക്ക്. ദീൻ നഷ്ടപ്പെട്ടിട്ടാണ്, ദീനിന്റെ നഷ്ടം കൊണ്ടാണ്, ഈമാനിന്റെ നഷ്ടം കൊണ്ടാണ് നീ മരിച്ചതെങ്കിൽ അവിടെ തുടങ്ങി നിന്റെ പരാജയം. പിന്നെ മരിക്കാതെ നിനക്ക് ശിക്ഷയാണ്, നിന്റെ പരലോകത്തെ സങ്കേത നരകമാണ്. എന്നാൽ ദുനിയാവിൽ നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു, നീ ക്ഷമിച്ചു, സഹിച്ചു കുറച്ചു കാലത്തേക്ക്. ഒരിക്കലും മരിക്കാത്ത പരലോകത്തെ സ്വർഗം കിട്ടാൻ വേണ്ടി നീ നിന്റെ പ്രതീക്ഷകൾ നീട്ടിവെച്ചു, നിന്റെ അംബീഷൻസും നിന്റെ മോഹങ്ങൾ നീ അവിടേക്ക് പറിച്ചു നട്ടു. വലക്കും മാ തസ്തഹി അൻഫുസുക്കും, നീ ആഗ്രഹിക്കുന്നതും നിന്റെ മനസ്സ് കൊതിക്കുന്നതും അതിനപ്പുറത്ത് നീ ചിന്തിക്കാത്ത, നിന്റെ കണ്ണോ കാതോ കേൾവിയോ മനസ്സോ അതിന്റെ ഏടയലത്ത് പോലും വരാത്ത സുഖങ്ങൾ അള്ളാഹു നിനക്ക് അവിടെ നൽകും സ്വർഗത്തിൽ. മറ്റൊരത്ഭുതം, ഈ ദുനിയാവിൽ നേടിയതൊക്കെ നേടിയ ആളുകൾ, സമ്പത്താകട്ടെ, സുഖ സൗകര്യങ്ങളാകട്ടെ, മെനക്കെടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? അധ്വാനിക്കാതെ, പണിയെടുക്കാതെ ആർക്കെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. ഇവിടെ നേടിയവരൊക്കെ അധ്വാനിച്ച്, പണിപ്പെട്ട്, ക്ഷീണിച്ച്, കഷ്ടപ്പെട്ട്, ചോര നീരാക്കി, എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്ത്, ത്യാഗം ചെയ്തിട്ടേ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ദീനനുസരിച്ച് ഈമാനിലായി, തൗഹീദിലായി, സുന്നത്തിലായി മരിച്ചാൽ, സ്വർഗത്തിലെത്തിയാൽ അവന് ലഭിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒരു മെനക്കെടലുമില്ലാതെ, ഒരു പരിശ്രമവുമില്ലാതെ, ഒരു വിയർപ്പ് കൊടുക്കാതെ, ക്ഷീണമില്ലാതെ, സമയം കൊല്ലാതെ, അവൻ ആഗ്രഹിക്കുന്നതും അതിനപ്പുറത്തും, ഇവിടെ നേടിയത് കഷ്ടപ്പെട്ട് നേടിയത് മരണം വരെ മാത്രം, അവിടെ മരിക്കാതെ സുഖിക്കുന്നത് ഒരു കഷ്ടപ്പാടുമില്ലാതെ, ഒരു അധ്വാനവുമില്ലാതെ, ഒരു മേലനക്കവുമില്ലാതെ, കൈമൈ അറിയാതെ റബ്ബ് നിനക്ക് വാരിക്കോരി നൽകുകയാണ്. ആഗ്രഹിക്കുന്നതും അതിനപ്പുറത്തും മരിക്കാതെ നീ സുഖിക്കുകയാണ്. നിനക്കവിടെ ക്ഷീണമില്ല, രോഗമില്ല, മലമൂത്ര വിസർജനമില്ല, നിനക്ക് വാർദ്ധക്യമാകുന്നില്ല, നിനക്ക് ദൗർബല്യമില്ല, അള്ളാഹു നിന്നോട് കോപിക്കുന്നില്ല, അവന്റെ തൃപ്തി മാത്രം, സുഖങ്ങൾ മാത്രം. മരിക്കാതെ കഷ്ടപ്പെടാതെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബുദ്ധിയുള്ളവർ എന്തിനു വേണ്ടിയാണ് പിന്നെ പണിയെടുക്കേണ്ടത്? വിവരമുള്ളവർ എന്തിനു വേണ്ടിയാണ് പിന്നെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടത്? ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറം, പരലോകം, അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഹൈറായതും. ബുദ്ധിയുള്ളവർ ഏറ്റവും ഹൈറായതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതും ചൂസ് ചെയ്യണം, തെരഞ്ഞെടുക്കണം. സഹോദരങ്ങളെ, ഈ മാർഗത്തിലേക്ക് നമ്മെ വഴികാട്ടിയത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ നിയോഗം മുതൽ ഖിയാമത്ത് നാൾ വരെ
ജനിച്ച് ജീവിച്ചു മരിക്കുന്ന സകല മനുഷ്യർക്കും അവിടുത്തെ പിൻപറ്റൽ നിർബന്ധമാണ്. ഉറച്ചു വിശ്വസിക്കണം നമ്മൾ. ആരാകട്ടെ, ജൂതനാകട്ടെ, നസറാനിയാകട്ടെ, മുശ്രിക്കാകട്ടെ, മുനാഫിക്കാകട്ടെ, അള്ളാഹുവിന്റെ റസൂലിനെ സമ്പൂർണമായി പിൻപറ്റിയാലല്ലാതെ അവർക്ക് രക്ഷയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്താലല്ലാതെ അവർക്ക് രക്ഷയില്ല. ആ മാർഗത്തിൽ സഞ്ചരിക്കാത്തവർ വഴികേടിലാണ്. ആ മാർഗത്തിൽ സഞ്ചരിക്കാത്തവർ പരാജയത്തിലാണ്, തീരാ നഷ്ടത്തിലാണ്. നരകത്തിന്റെ പടുകൂടിയിൽ നരകത്തിന്റെ ഇന്ധനമായി വിറകായി തീരേണ്ടവരാണ്. ഉറച്ചു വിശ്വസിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നവർ രണ്ടാമതായി മനസ്സിൽ സ്ഥാപിക്കേണ്ട അടിസ്ഥാനം ഇതാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, മൻ അഫാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിക്കുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, ആരെന്നെ ധിക്കരിക്കുന്നു അവൻ വിസമ്മതിച്ചു. സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിലേക്ക് അവൻ സീറ്റുറപ്പിച്ചു. അവന്റെ സങ്കേതം നരകമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹു നിയോഗിച്ച റസൂലാണ്, നബിയാണ് എന്നറിയിക്കുന്ന തെളിവുകൾ അനേകമാണ്. പണ്ഡിതന്മാർ പറയുന്നു 1000-ലധികം തെളിവുകൾ നമുക്ക് എണ്ണി നിരത്താൻ സാധിക്കും. 1000-കണക്കിന് തെളിവുകൾ. പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ, ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനങ്ങൾ പകൽ വെളിച്ചം പോലെ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത അനിഷേധ്യമായ തെളിവുകൾ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാനത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ച റസൂലാണ്, നബിയാണ് എന്ന് നമ്മെ ഉറപ്പിക്കുന്ന, ആ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പ് കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ തെളിവുകളുടെ രൂപം ദലീലുൽ മുഅ്ജിസാത്ത്, അവിടുത്തെ മുഅ്ജിസത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഉമ്മത്തിന് വെളിപ്പെടുത്തിയ അമാനുഷികതകളാണ്. ഒരു മനുഷ്യനും സാധിക്കാത്ത അസാധാരണ സംഭവങ്ങളാണ്. അത് അവിടുന്ന് അള്ളാഹു നിയോഗിച്ച റസൂലാണ് എന്നതിന് തെളിവാണ്. ഖുർആനിലും സുന്നത്തിലും അത്തരത്തിലുള്ള ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. മക്ക ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ആവശ്യപ്പെട്ടു, മുഹമ്മദ്, നീ അള്ളാഹു നിയോഗിച്ച റസൂലാണെങ്കിൽ, നബിയാണെങ്കിൽ, നീ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ സത്യതയെ സാധൂകരിക്കുന്ന ഒരു ദൃഷ്ടാന്തം അള്ളാഹു നിന്നിലൂടെ വെളിപ്പെടുത്തട്ടെ, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറയൂ നിന്റെ റബ്ബിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വെളിപ്പെടുത്തിയ ആദ്യത്തെ മുഅ്ജിസത്ത് എന്താണത്? അവർക്ക് നേർക്കുനേരെ കാണാൻ സാധിക്കുന്ന ചന്ദ്രനെ അള്ളാഹു നെടുക പിളർത്തി. അതിന്റെ ഒരു ഭാഗം ഒരു ദിശയിലും മറുഭാഗം മറുദിശയിലുമായി ഖുറൈശികൾ നേർക്കുനേരെ, അന്ന് ജീവിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾ നേർക്കുനേരെ അവരെ കണ്ണുകൊണ്ട് കാണുകയാണ്. അതിനിടയിൽ പർവ്വതം നിൽക്കുന്നു. രണ്ടു ദിശകളിലായി ചന്ദ്രൻ പൊട്ടിപ്പിളർന്നു മാറുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുൻനിർത്തി അവരോട് പറഞ്ഞു, ഉൻദുറു ഹാദല്ലദീ തലബ്തും മിനൽ ആയാത്ത്, നിങ്ങൾ ചോദിച്ച ഇതാ, അള്ളാഹു എന്നിലൂടെ കാണിച്ചു തന്ന ദൃഷ്ടാന്തം ഇതാ, നിങ്ങൾ കാണുന്നില്ലേ? ശേഷം ആ പൊട്ടിപ്പിളർന്ന ചന്ദ്രന്റെ ഇരുപാതികൾ അത് കൂടിച്ചേരുന്നു. അവർ നേർക്കുനേരെ കൺമുന്നിൽ കാണുന്നു. ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു നിയോഗിച്ച റസൂലാണ്. സ്വയം അദ്ദേഹത്തിന് ഇത് കഴിയുകയില്ല. ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ, ഒരു കേവലം അവരെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നുവെങ്കിൽ അവിടുത്തേക്ക് ഇത് കഴിയുകയില്ല. അവിടുത്തെ നുബുവത്തിന്റെ റിസാലത്തിന്റെ അവകാശവാദം പൊള്ളയായിരുന്നുവെങ്കിൽ അവിടുത്തേക്ക് ഈ അമാനുഷികമായ കഴിവ് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളിൽ ഒന്നാണിത്. സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയെത്ര മുഅ്ജിസത്തുകൾ! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുന്ന ഭക്ഷണ തളികയിലിരുന്ന് ഭക്ഷണം, അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണം തസ്ബീഹ് ചെയ്യുന്നത് കൂടെ ഇരിക്കുന്ന സഹാബികൾ കേൾക്കുകയാണ്. ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലും മരവും സലാം പറയുന്നത് അവർ കേൾക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം വൃക്ഷം, മരം അത് സ്ഥാനം മാറുന്നതും തിരിച്ചു വരുന്നതും അവർ കാണുകയാണ്. മേഘം തണലിട്ട് കൊടുക്കുന്നത് അവർ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ അവിടുത്തെ വിരലുകൾക്കിടയിൽ നിർബാധം വെള്ളം ഒഴുകുന്നത് അവർ കാണുകയാണ്.
അവിടുത്തെ ബറക്കത്തിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദുആഇനാൽ ഭക്ഷണം തികയാത്ത ഭക്ഷണം നിലക്കാതെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുഅ്ജിസത്തുകളായി ഈ ഉമ്മത്തിന് കാണിച്ചു തന്ന അമാനുഷികതകൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ്. രണ്ടാമത്തെ തെളിവ് അൽ ഖുർആനുൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അവതരിപ്പിച്ചു എന്നത്. സഹോദരങ്ങളെ, മറ്റൊരു തെളിവുകളില്ലെങ്കിലും ശരി, വാദത്തിന് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നബുവത്തിനെ സാധൂകരിക്കുന്ന മറ്റൊരു തെളിവുകളില്ലെങ്കിലും ഖുർആൻ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ച റസൂലാണ് എന്നതിന്. അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിൽ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ 51-ാമത്തെ ആയത്തിൽ, അവലം യക്ഫിഹിം അന്ന അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, ഓ മുഹമ്മദ്, താങ്കൾക്കുമേൽ നാം അവതരിപ്പിച്ച, താങ്കൾ അവർക്ക് ഓതി കേൾപ്പിക്കുന്ന ഖുർആൻ പോരെ അവർക്ക് തെളിവായിട്ട്? അവലം യക്ഫിഹിം, അവർക്കത് മതിയില്ലേ? അന്ന അൻസൽനാ അലൈക്കൽ കിതാബ്, താങ്കൾക്കുമേൽ നാം അവതരിപ്പിച്ച ഈ കിതാബ്, യുത്ലാ അലൈഹിം, അവർക്കുമേൽ താങ്കൾ അത് ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കിക്കൂടെ അത് അല്ലാഹുവിന്റെ കലാമാണെന്ന്? അതുപോലെ ഒരു ആയത്തെങ്കിലും, ഒരു ഹർഫെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചോ? അല്ലാഹു വെല്ലുവിളിച്ചില്ല ഖുർആനിലൂടെ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അടിമക്കുമേൽ അവതരിപ്പിച്ച ഈ കിതാബിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ, അല്ലാഹു എന്നുള്ള കിതാബാണ് ഇതെന്ന് അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിൽ നിന്ന് ഒരു സൂറത്ത്, ഇതിലേറ്റവും ഒരു ചെറിയ സൂറത്ത്, അതിന് സമാനമായ ഒരു സൂറത്ത് അവർ കൊണ്ടുവരട്ടെ. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ അവർക്ക് സഹായികളായി വിളിക്കാൻ പറ്റുന്നവരൊക്കെ അവർ വിളിച്ചു കൂട്ടട്ടെ. ഇൻ കുൻതും സാദിഖീൻ, മുഹമ്മദ് കള്ളവ് പ്രവാചകനാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കിതാബല്ല, മുഹമ്മദ് ഓതുന്ന കവിതയാണ്, മാരണമാണ്, മുഹമ്മദിന്റെ ജൽപ്പനമാണ് എന്ന് പറയുന്നവർ സത്യസന്ധരാണെങ്കിൽ അവർ കൊണ്ടുവരട്ടെ എന്ന് അല്ലാഹു വെല്ലുവിളിച്ചു. ഇന്നേ വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ ഖുർആനിന് സമാനമായ ഒരു അധ്യായമെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കുകയില്ല, സാധിച്ചിട്ടുമില്ല. എന്നാൽ അറേബ്യൻ സാഹിത്യത്തിൽ കവിതയും മറ്റു സാഹിത്യങ്ങളുമെല്ലാം അത് വ്യാപകമായി നിലനിരുന്ന കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും ഖുർആനിന് സമാനമായ ഒരു സൂറത്തോ ആയത്തോ പോലും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിന്റെ പദപ്രയോഗങ്ങളിൽ, അതിന്റെ ഭാഷാഭംഗിയിൽ, അതിന്റെ സാഹിത്യത്തിൽ, അതിന്റെ പാരായണത്തിൽ, അതിന്റെ ശ്രവണമാധുര്യത്തിൽ, അതിലടങ്ങിയിട്ടുള്ള ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കുന്ന അല്ലാഹുവിന്റെ സാരോപദേശങ്ങളിൽ മനസ്സുകൾക്ക് ശമനം നൽകുന്ന ഔഷധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും ആഖിറത്തിലെയും സൗഭാഗ്യത്തിന്റെ സന്ദേശങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച അവന്റെ വചനങ്ങൾ അത് വായിക്കുന്ന ഏതൊരാൾക്കും സത്യമായും അത് അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാകും. അത് നിയോഗിക്കപ്പെട്ട, അത് അവതരിപ്പിക്കപ്പെട്ട റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അരക്കെട്ടുറപ്പിക്കുന്ന തെളിവുകളുടെ രണ്ടാമത്തെ രൂപം പരിശുദ്ധ ഖുർആൻ. മൂന്നാമത്തേത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളുടെ മൂന്നാമത്തെ രൂപം പണ്ഡിതന്മാർ പറയുന്നു ദലീലുൽ ഇഖ്ബാരി ബിൽ മുഗയ്യബാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കവേ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പ്രവചിക്കുന്നു. അതുവരെ അത് സംഭവിച്ചിട്ടില്ല, പിന്നീട് അത് സംഭവിക്കുന്നു. അതായത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവിടുത്തെ പ്രവചനം അത് സംഭവിക്കുന്നു. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു റൂമിൽ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഗുലിബത്തിർ റൂം, റോമൻ സമൂഹം അവർ അതിജയിക്കപ്പെട്ടു. റോമക്കാരെ പേർഷ്യക്കാർ പരാജയപ്പെടുത്തിയ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രബല ശക്തികളായിരുന്ന റോമക്കാരും പേർഷ്യക്കാരും അവർ തമ്മിൽ യുദ്ധമുണ്ടായി. റോമക്കാർ ജയിക്കണമെന്നായിരുന്നു മുസ്ലിമീങ്ങളുടെ ആഗ്രഹം. കാരണം എന്താ? റോമക്കാരുടെ അസിലെ അവർ അഹ്ലി കിതാബുകാരായിരുന്നു. അവർ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ദീനിന്റെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള ആളുകളായിരുന്നു. എന്നാൽ പേർഷ്യക്കാരോ അൽ ഫറസ്, അവരാകട്ടെ പച്ചയായ ആരാധകരും അഗ്നി ആരാധകരുമായിരുന്നു, പച്ച മുശ്രിക്കുകൾ. അപ്പൊ താരതമ്യേന തൗറാത്തിനോടും ഇഞ്ചീലിനോടും അടുപ്പമുള്ള, ഇസ്ലാമിന്റെ പൂർവ്വകാല അധ്യാപനങ്ങളോട് അടുപ്പമുള്ള റോമക്കാർ ജയിക്കണമെന്നായിരുന്നു മുസ്ലിമീങ്ങളുടെ ആഗ്രഹം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗുലിബത്തിർ റൂം, അവിടുന്ന് ആയത്തോതി കേൾപ്പിക്കാണ്, റോമക്കാർ പരാജയപ്പെടും. മുസ്ലിമീങ്ങളുടെ ആഗ്രഹം അവർ ജയിക്കണമെന്നായിരുന്നു. എന്നിട്ട് അവിടുന്ന് പ്രവചിച്ചു, ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, എന്നാൽ അടുത്ത പ്രദേശത്ത് വെച്ച് റോമക്കാരെ പേർഷ്യക്കാർ പരാജയപ്പെടുത്തിയതിനു ശേഷം റോമക്കാർ പേർഷ്യക്കാരെ അതിജയിക്കും. തിരിച്ചവർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാലയളവ് കൃത്യമായി നിശ്ചയിച്ചു, ഫിക്സ് ചെയ്തു. തഹ്ദീദ് ഫീ ബിദ്അ സിനീൻ, അല്പം വർഷങ്ങൾക്കുള്ളിൽ. അറബി ഭാഷയിൽ ബിദ്അ സിനീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിനാണ് ബിദ്അ എന്ന് പറയാം. 3 മുതൽ 10 വരെ. 10 മേലെ പോകില്ല. 10 മേലെ പോയി കഴിഞ്ഞാൽ ബിദ്അ എന്ന പ്രയോഗം പ്രസക്തമല്ല. അപ്പോ 3 മുതൽ തുടങ്ങി 10 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ സമീപ ഭാവിയിൽ തന്നെ എന്ത് ചെയ്യും? പരാജയം ഏറ്റുവാങ്ങിയ റോമക്കാർ പേർഷ്യക്കാരെ തിരിച്ചടിക്കും. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവർ അവരുടെ പരാജയത്തിന് ശേഷം അവർ അതിജയിക്കുന്നവരായിത്തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ആയത്തുകൾ സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുകയാണ്. ഇത് ഓതി കേൾപ്പിക്കുമ്പോൾ സംഭവിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ റോമക്കാർ പരാജയപ്പെട്ടു. റോമക്കാർ പരാജയപ്പെട്ടതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തുന്നു, സനവാത് വഇദാ ബിന്നസ്രി ഖദ് ഹസൽ, 9 വർഷം പിന്നിട്ടു. 10 വർഷമാകുന്നതിന് മുമ്പ് അതാ റോമക്കാർ പേർഷ്യക്കാർ അതിജയിക്കുന്നു, പരാജയപ്പെടുത്തുന്നു. അത് സംഭവിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് അവിടുത്തെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ ശത്രു സമൂഹം വരെ നേർക്കുനേരെ കാണുന്ന രൂപത്തിൽ സത്യമായി പുലരുന്നു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ജൂതരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ആയത്താണ്, ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ ഇൻദല്ലാഹ് ഖാലിസതൻ മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ജൂതന്മാരുടെ അവകാശമാതായിരുന്നു, ഞങ്ങളാണ് അള്ളാന്റെ ആൾക്കാർ, ഞങ്ങളാണ് ഔലിയാക്കൾ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ വേണ്ടപ്പെട്ട പ്രത്യേകക്കാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് സ്വർഗത്തിന്റെ കുത്തക, പരലോകത്ത് സ്വർഗം കിട്ടുക ഞങ്ങൾക്ക് മാത്രമാണ് എന്ന അഹങ്കാരമായിരുന്നു ജൂതന്മാരുടെ അവകാശവാദം. അള്ളാഹു അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ ഇൻദല്ലാഹ് ഖാലിസതൻ മിൻ ദൂനിന്നാസ്, ജനങ്ങളിൽ ആർക്കും കിട്ടാത്ത രൂപത്തിൽ നിങ്ങൾക്ക് മാത്രമാണ് പരലോക വിജയവും സ്വർഗവുമെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഫതമന്നൗൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾ വേഗം ആഗ്രഹിച്ചുകൊള്ളൂ, നിങ്ങൾ മരണം ആഗ്രഹിക്കൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങളുടെ വാദം സത്യസന്ധമാണെങ്കിൽ. സൂറത്തുൽ ജുമഅയിൽ അല്ലാഹു ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു, ജൂതരെ, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ്, ജനങ്ങളിൽ ആർക്കുമില്ലാത്ത വിധം അല്ലാഹുവിനോടുള്ള വിലായത്ത്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ഫതമന്നൗൽ മൗത്ത് ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മരണത്തെ ആഗ്രഹിക്കൂ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റബ്ബ് തന്നെ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വലയതമന്നൗഹു അബദൻ, അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല. മരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അനിഷ്ടകരമായ വെറുപ്പുള്ള കാര്യം അവർക്ക് മറ്റൊന്നുമില്ല. വലയതമന്നഹു അബദൻ, ഒരിക്കലും അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അവർ മരിക്കാൻ ആഗ്രഹിക്കാത്തത്? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചു വെച്ച തോന്നിവാസങ്ങൾ കാരണം അവർക്ക് മരിക്കാൻ ആഗ്രഹമില്ല.
സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞു വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അപ്പൊ അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കുന്നു. ജൂതന്മാർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലെങ്കിലും ജൂതന്മാർ വന്നിട്ട് കളവായിട്ടെങ്കിലും ഞങ്ങളിതാ മരിക്കാൻ ആഗ്രഹിക്കുന്നു, മുഹമ്മദ് പറഞ്ഞത് ഓതിയ ആയത്ത് കളവാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞില്ല. കളവായിട്ടെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവരുടെ ഹൃദയങ്ങളെ പടച്ചത് റബ്ബാണ്. ആ റബ്ബിനറിയാം ജൂതന്മാരുടെ അവസ്ഥ എന്താണെന്ന്. കളവിന് പോലും പേരിന് പോലും ഞങ്ങളിതാ ഈ പറഞ്ഞ ആയത്തിനെതിരിൽ ആണ് ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞില്ല എന്നാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പരാമർശം ജൂതന്മാരുടെ അടുത്ത് നിന്ന് കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഇതിനേക്കാൾ വ്യക്തമായൊരു കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ മസദ്, അബൂലഹബിന്റെ നാശത്തെ കുറിക്കുന്ന അധ്യായം. അള്ളാഹു പറഞ്ഞില്ലേ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിച്ച, അവിടുത്തെ ദ്രോഹിച്ച, അവിടുത്തെ ഉപദ്രവിച്ച അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ തുലയട്ടെ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വത്തുവകകളോ ഒന്നും അവന് പരലോകത്തൊരു രക്ഷയും നൽകുകയില്ല. സ്വയസ്ലാ നാറൻ ദാത ലഹബ്. തിളങ്ങുന്ന മുഖമുള്ള അബൂലഹബിന്റെ മുഖം നല്ല തിളങ്ങുന്ന മുഖമായിരുന്നു. നല്ല മൊഞ്ചനായിരുന്നു അബൂലഹബ്. അതുകൊണ്ടാണ് അബൂലഹബ് എന്ന് പേര് കിട്ടി. തിളങ്ങുന്ന മുഖമുള്ള അബൂലഹബിന്റെ തിളങ്ങുന്ന മുഖം തിളങ്ങുന്ന നരകാഗ്നിയിൽ ചെന്ന് കരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ഓതി കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓതി കേൾപ്പിക്കുകയാണ്. അബൂലഹബ് മരിക്കുന്നതിന് മുമ്പ്, അബൂലഹബ് മരിച്ചു, അബൂലഹബ് എന്തായാലും മരിക്കും. പരലോകത്ത് നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അബൂലഹബ് പരലോകത്ത് നരകത്തിലായിരിക്കും. അബൂലഹബ് മരിക്കുന്നതിന് ഒരിക്കലെങ്കിലും കളവായിട്ടെങ്കിലും കാപട്യം പേറിയിട്ടെങ്കിലും ഞാനിതാ മുഹമ്മദ് ഓതി തന്ന ആയത്ത് കളവാണ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അബൂലഹബിന് ചെയ്യായിരുന്നല്ലോ, എങ്കിലാണല്ലോ ഈ ആയത്ത് കളവായി തീരുക. എന്തുകൊണ്ട് സംഭവിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് വഹിയായതാണ് ഓതി കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഭീഷ്ടപ്രകാരമല്ല സംസാരിച്ചത്. ഒരിക്കൽ പോലും അബൂലഹബ് ഇസ്ലാമിനെ വാദിച്ചില്ല. പേരിന് പോലും കളവിന് പോലും ചെയ്യാമായിരുന്നുവല്ലോ, കേവല ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമായിരുന്നു. ആ യുക്തി പോലും തോന്നിയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നിയോഗിച്ച റസൂലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മെ അറിയിക്കുന്ന തെളിവാണ്. ഇതാണ് മൂന്നാമത്തെ രൂപം. അവിടുത്തെ പ്രവചനങ്ങൾ അത് സംഭവിക്കുന്നു. ശത്രുക്കൾ പോലും അത് നേർക്കുനേരെ അനുഭവിക്കുന്നു. നാലാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെയും റിസാലത്തിനെയും അരക്കെട്ടുറപ്പിക്കുന്ന നാലാമത്തെ തെളിവുകളുടെ രൂപം ദലീലുൽ അഹ്വാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്വാലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ജീവിത നടപടിക്രമങ്ങൾ, അവിടുത്തെ മനോഹരങ്ങളായ വിശേഷണങ്ങൾ, ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽ അവിടുത്തെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അവിടുത്തെ ജീവിതത്തിന്റെ രീതിശാസ്ത്രങ്ങൾ, ഇതെല്ലാം കാണുന്ന ഒരു മനുഷ്യൻ അവരൊരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ അവിടുത്തെ പ്രബോധനത്തിലോ ദൗത്യത്തിലോ ഒരു പുഴുക്കുത്തു പോലും കണ്ടെത്താൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിന്റെ റസൂൽ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവ ഗുണത്തിന് ഉടമയാണ്. താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻനിർത്തി അല്ലാഹു പറയുകയാണ്, വലൗ കുൻത ഫദ്ദൻ ഗലീദൻ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട് ലോലമായി പെരുമാറി. താങ്കൾ ഒരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടില്ലായിരുന്നു, അവർ ഓടി അകലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി അല്ലാഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. നബിയും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ ഒരു ആറാബി, ഒരു കാട്ടറബി, അയാൾ വന്ന് അയാളുടെ തോളത്തുണ്ടായിരുന്ന പരുവരുത്ത കരയുള്ള മേൽമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ പിന്നിൽ നിന്നിട്ട് ആഞ്ഞു വലിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ അത് പാടുണ്ടാക്കി. നബിക്ക് വേദനിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി ഇൻദക്. വേദനിപ്പിച്ചതും ദ്രോഹിച്ചതും പോരാഞ്ഞിട്ട് അയാൾ ചോദിച്ചു, മുഹമ്മദേ എൻ്റെ അടുത്ത് എന്താ പൈസ ഉള്ളത് കൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൈസ ചോദിക്കുകയാണ്. സ്വഹാബത്തിന് രോഷമിളകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയന്ത്രിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് ചിരിച്ചു. അയാൾ ആവശ്യപ്പെട്ട് കൊടുക്കാൻ പറഞ്ഞു. ആർക്ക് സാധിക്കും ഇത്? നമുക്ക് സാധിക്കുമോ? ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിക്ക് സാധിക്കുമോ? ഇവിടുത്തെ യുക്തിവാദികൾക്ക് സാധിക്കുമോ? അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ വിവരമില്ലാത്ത ജാഹിലായ ഒരു അറാബി വന്ന് അയാളുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുകയാണ്. സഹാബത്ത് തടയാനും ഒച്ചണ്ടാക്കാനും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ആവശ്യം പൂർത്തീകരിക്കുന്നത് വരെ സാവകാശം നൽകി അയാളെ ഉപദേശിച്ചു, ഗുണദോഷിച്ചു വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമില്ലാത്ത ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഈ പറഞ്ഞ കാര്യം ചെയ്യാനുള്ള നമുക്കുള്ള അനുവാദമല്ല പറഞ്ഞതിന്റെ അർത്ഥം. വിവരമില്ലാത്തവർ ആ ഹദീസിൽ മഹത്തായ പാഠങ്ങൾ പണ്ഡിതന്മാർ അറിയിക്കുന്നുണ്ട്. ഒന്ന്, അയാൾ വിവരമില്ലാതെ ചെയ്തതാണ്, അയാളുടെ ഒച്ചയിട്ടിട്ടും ചൂടായിട്ടും കാര്യമില്ല. രണ്ട്, അയാൾ ചെയ്യുന്ന കാര്യം തടഞ്ഞാൽ അയാൾ മൂത്രിക്കുകയാണ്. അത് ഇടക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഇടക്ക് വെച്ച് മുറിഞ്ഞാൽ മസ്ജിദിന്റെ ബാക്കി ഭാഗത്തും അത് മലിനമാകും. ഇങ്ങനെ ധാരാളം യുക്തിയും ബുദ്ധിയും അധ്യാപന രീതിയും കാരുണ്യവും വാത്സല്യവുമെല്ലാം ഒത്തിണങ്ങിയ എത്രയെത്രയോ അവിടുത്തെ മകുടമായ അധ്യാപനവും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരെ, വിവരമില്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്ത രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരിക്കൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളാകാൻ വിസമ്മതിച്ച ദൗസ് ഗോത്രം, അവരിൽപ്പെട്ട തുഫൈൽ റളിയല്ലാഹു അൻഹു ആദ്യമായി അവരിൽ നിന്ന് മുസ്ലിമായത്. അദ്ദേഹം വന്ന് പറഞ്ഞു, നബിയെ, ദൗസ് ഗോത്രത്തെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ, അവരുപദ്രവിക്കുകയാണ്, താങ്കൾ അവർക്കെതിരെ ദുആ ചെയ്യണം, അവരക്രമികളായി തീരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞു. തന്റെ ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി. കൂടെയുള്ളവർ പറഞ്ഞു, കണ്ടവർ പറഞ്ഞു, ഹലക ദൗസ്, ഇത് ദൗസ് ഗോത്രത്തിനെതിരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പോവുകയാണ്. അവർ നശിച്ചത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ ഫഅതി ബിഹിം. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണമേ, അവരിൽ നിന്ന് ഈ മുസ്ലിമീങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്ന സത്യസന്ധമായി നിഷ്പക്ഷമായി വായിക്കുന്ന ഏതൊരാൾക്കും അവിടുന്ന് അല്ലാഹു നിയോഗിച്ച സമ്പൂർണനായ റസൂലാണ്, നബിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞില്ലേ സൂറത്ത് യൂനിസിലൂടെ, അറബികളെ, മക്ക മുശ്രിക്കുകളെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. ഫഖദ് ലബിത്തു ഫീകും ഉമുറൻ മിൻ ഖബ്ലി. മുഹമ്മദ്, നിങ്ങൾക്കിടയിൽ കുറച്ചു വർഷങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ജീവിച്ചവനാണ്, നിങ്ങൾക്കറിയില്ലേ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരവർക്കറിയാം, അവിടുത്തെ തറവാടറിയാം, അവിടുത്തെ വംശമറിയാം, അവിടുത്തെ ഗോത്രമറിയാം, അവിടുത്തെ പിതാമഹന്മാരെ അറിയാം, അവിടുത്തെ പുറപ്പാടറിയാം, അവിടുന്ന് എവിടെ നിന്ന് വന്നു എന്നറിയാം, അവിടുത്തെ ചെറുപ്പമറിയാം, അവിടുത്തെ ബാല്യമറിയാം, അവിടുത്തെ കൗമാരമറിയാം, അവിടുത്തെ യുവത്വമറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ അറേബ്യൻ സമൂഹത്തിൽ ഖുറൈശി വംശത്തിൽ പ്രകടമായ കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലി. അവിടുന്ന് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ്. ആർക്കും അനിഷേധ്യനായ സ്വഭാവ ഗുണങ്ങളുള്ള അൽ അമീൻ, വിശ്വസ്തൻ എന്ന ജാഹിലിയ്യത്തിൽ തന്നെ പേര് നൽകപ്പെട്ട മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സത്യസന്ധതയെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരാൾക്കും സാധിച്ചിട്ടില്ല. അവിടുത്തെ ശത്രുക്കൾ പോലും അത് അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവ് കൊണ്ട് ഒരാളെങ്കിലും, ഒരു കളവ് കൊണ്ട് ഒരാളെങ്കിലും നബിയെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടുത്തെ നുബുവത്തിനെ സംശയിക്കാൻ, അവിടുത്തെ സന്ദേശത്തിലെ പുഴുക്കുത്തുകൾ ചികയാൻ നമുക്കൊരു പഴുതുണ്ടാകുമായിരുന്നു. ഒരിക്കൽ പോലും ഒരാൾ പോലും ഒരു ഹർഫ് പോലും, കളവിന്റെ ലാഞ്ചന പോലും അവിടത്തേക്കെതിരെ ആക്ഷേപിച്ചിട്ടില്ല, അവിടത്തേക്കെതിരെ ഉന്നയിച്ചിട്ടില്ല.
പടപ്പുകൾക്കുമേൽ ഒരു കളവ് പോലും പറയാത്ത, നുബുവത്തിനു മുമ്പ് പോൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു കളവും പറഞ്ഞിട്ടില്ല എങ്കിൽ പടപ്പുകളെ പടച്ചവന്റെ മേൽ അവിടുന്ന് എങ്ങനെ കളവ് പറയും? അവിടുന്ന് എങ്ങനെ കളവ് പറയും? അള്ളാഹുവിന്റെ സന്ദേശങ്ങളിൽ അവിടുന്ന് എങ്ങനെ വെള്ളം ചേർക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിന്റെ, സത്യസന്ധതയുടെ അടയാളമാണിത്. സഹോദരങ്ങളെ, അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ്, റസൂലാണ് എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന തെളിവുകളിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവിടുത്തെ സ്വഭാവ ഗുണങ്ങളും അവിടുത്തെ സത്യസന്ധതയുമെല്ലാം. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മെ ഉറപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം ശരീഅത്തിന്റെ, വഹീന്റെ തെളിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച അവിടുത്തെ അധ്യാപനങ്ങൾ, അവിടുന്ന് നമുക്ക് ഓരോ രംഗത്തും ഓതിത്തന്ന പാഠങ്ങൾ, അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നിത്യജീവിതത്തിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറക്കിലേക്ക് തന്നെ, കിടപ്പറയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് വരെയുള്ള നമ്മുടെ നിമിഷാർദ്ധങ്ങളിൽ അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ അധ്യാപനങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇസ്ലാം ദീനിന്റെ ശുദ്ധിയുടെ പാഠങ്ങൾ. പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ അവർക്ക് മനസ്സിലാകും. അവരുടെ അശുദ്ധിയുടെ വേളകളിൽ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അത് ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അധ്യായങ്ങൾ തിരിച്ച് പണ്ഡിതന്മാർ അത് വിശദമായി ചർച്ച ചെയ്യുന്നു. ഇത്രമേൽ മനോഹരമായി, ഇത്രമേൽ ബൃഹത്തായി, ഇത്രമേൽ പ്രായോഗികമായി സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു ചാബല്യം അതെങ്ങനെ പരിരക്ഷിക്കണം, പരിഹരിക്കണമെന്ന് അറിയിച്ച ദീനാണ് നമ്മുടെ ദീൻ. മലമൂത്ര വിസർജനം നടത്തിയാൽ എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് പഠിപ്പിച്ച ദീൻ. അത് കുറവല്ല, നമുക്ക് അഭിമാനമാണ്. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ രഹസ്യവേളകൾ ഇണയോടൊത്ത് ഏർപ്പെടണം എന്നുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, സ്ത്രീകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു പാഠം ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ ഹൈലിന്റെയും അശുദ്ധിയുടെയും സമയത്ത് പുരുഷന്മാർക്ക് അവരുമായിട്ടുള്ള ബന്ധം ഹലാലല്ല, ഹറാമാണ്. ഈ വിഷയത്തിൽ ജൂതന്മാർ അവരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സ്ത്രീകളെ അവരെ വീട്ടിൽ അവരെന്തോ അരുതായ്മ ചെയ്ത, അല്ലെങ്കിൽ വൻപാപങ്ങളിൽ മുഴുകിയ, തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവരെ തൊടാൻ പാടില്ല, അവരിലോട്ട് പോകാൻ പാടില്ല, അവർ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല, അങ്ങനെ അവരകറ്റും. ജൂതന്മാർ ആ വിഷയത്തിൽ അതിരുകവിഞ്ഞു. നസാറാക്കൾ അവരുടെ ദീനെന്ന് പറഞ്ഞാൽ ആ രംഗത്ത് യാതൊരു വൃത്തിയുടെയും ശുദ്ധിയുടെയും പാഠങ്ങൾ വകവെക്കാതെ ആ വേളയിൽ പോലും അവരെ വേൾക്കും, വേഴ്ച നടത്തും. അതിൽ യാതൊരു ഇസ്ലാമിന്റെ അധ്യാപനവും അവർ പാലിക്കുകയില്ല, അല്ലെങ്കിൽ ശുദ്ധിയുടെ വൃത്തിയുടെ പാഠം അവർ സ്വീകരിക്കില്ല. ഇസ്ലാം ഈ ഇഫ്രാത്തിനും തഫ്രീത്തിനും മധ്യയാണ്. അവരെ നിങ്ങൾ അകറ്റാൻ പാടില്ല, അവരെ കൂടെ കഴിയണം, അവരടുപ്പിക്കണം. എന്നാൽ അകലം പാലിക്കേണ്ടതുപോലെ അകലം പാലിക്കണം. ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ രംഗത്ത് വരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വഹീന്റെ ശരീഅത്തിന്റെ സന്ദേശങ്ങൾ, അവിടുന്ന് ഓതിത്തന്ന പാഠങ്ങൾ, ദീനിന്റെ മസ്അലകൾ, കർമ്മശാസ്ത്ര വിഷയങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ റിസാലത്തിന്റെ അടയാളങ്ങളാണ്. തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി പിൻപറ്റുന്ന മുത്തബിഉ സുന്നകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാറക നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ.